ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. 3-ാം തീയതിക്ക് മുൻപായി റിപ്പോർട്ട് നൽകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പോലീസ് സേനയ്ക്കകത്തെ MR അജിത് കുമാറിന്റെ ഏകാധിപത്യ മനോഭാവം, പാരലൽ പോലീസിംഗ്, എടവണ്ണ റിതാൻ കൊലപാതകം, കോഴിക്കോട് മാമി തിരോധാനം, സോളാർ കേസ് അട്ടിമറിച്ചതിലെ പോലീസ് ഇടപെടൽ, ഫോൺ ചോർത്തൽ, ഇടത് പ്രവർത്തകർക്കെതിരായ കള്ളക്കേസ് തുടങ്ങിയ ആരോപണങ്ങളിലാണ് വിശദമായ അന്വേഷണം നടക്കുന്നത്. PV അൻവർ MLA ഉന്നയിച്ചതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം ADGPയുടെ വഴിവിട്ട ഇടപെടലുകളാണ്. പൂരം കലക്കൽ വിവാദവും ADGPയുടെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് നിയമസഭാ സമ്മേളനം ചേരുന്നതിന് മുൻപായി സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സ്വാഭാവികമായും സഭ ചേരുമ്പോൾ PV അൻവർ സർക്കാരിനെതിരെ ഉന്നയിച്ച കാര്യങ്ങൾ പ്രതിപക്ഷം ഏറ്റുപിടിക്കാൻ സാധ്യതയുണ്ട്. അതിനു മുൻപ് അടിയന്തര നടപടികൾ സ്വീകരിച്ച് മുഖമിനുക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ്. MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷവും മുന്നണിയിലെ പ്രബലരായ CPIയും ഒരുപോലെ ആവശ്യമുന്നയിക്കുമ്പോൾ പൂർണ്ണമായും അതിനെ നിരാകരിച്ച് മുന്നോട്ടു പോകാൻ സർക്കാരിന് കഴിയില്ല. അൻവർ ഉന്നയിച്ച സ്വർണ്ണക്കടത്തിലെ ഒത്തുകളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഇതിനോടകം ഏറ്റെടുത്തു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് RSSുമായുള്ള ബന്ധമാണ് CPIയെ ചൊടിപ്പിച്ചത്. തുടർച്ചയായി ജനയുഗത്തിലെ ലേഖനവും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പരസ്യ പ്രതികരണവും സർക്കാരിന് ചെറിയ തലവേദനയല്ല ഉണ്ടാക്കിയത്. പൂരം കലക്കലിലും RSS കൂടിക്കാഴ്ചയിലും പ്രത്യേക അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും താൽക്കാലികാശ്വാസത്തിന് അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ നിർബന്ധിതമാകും. മറിച്ച് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തുടർന്നാൽ സഭയ്ക്കകത്തും പുറത്തും മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനുണ്ടാകും. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.